നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ 10 എണ്ണത്തിൽ 8 എണ്ണം ലോസ് അടിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അതിന് ഈ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. വീഡിയോ ചെയ്ത് വെച്ചോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 60% പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 10 ട്രേഡ് എടുത്തു. ആ 10 ട്രേഡിൽ 6 എണ്ണം ടാർഗറ്റ് അടിച്ചു. ടാർഗറ്റ് ചെയ്യുമ്പോൾ 6 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. 1:1 ലോസ് വെക്കുന്നത് കൊണ്ട് ഓരോ ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് 1 പോയിന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് 4 പോയിന്റ് ആണ്. അപ്പോൾ ഈ 6 പോയിന്റ് ടാർഗറ്റ് മൈനസ് 4 പോയിന്റ് ലോസ് കണക്കുകൂട്ടുന്ന സമയത്ത് 2 പോയിന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ് വെക്കുന്നത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും 40% പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ പ്രോഫിറ്റ് ആവാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുന്ന സമയത്ത് 4 ട്രേഡ് നിങ്ങൾക്ക് ടാർഗറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 8 പോയിന്റ് ആയിരിക്കും. ഈ ബാക്കിയുള്ള 6 ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ 8 മൈനസ് 6 കണക്കൂടുന്ന സമയത്ത് 2 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് 8 ട്രേഡ് ലോസ് അടിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കേണ്ട റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. ഈ 2 ട്രേഡിൽ 1:5 10 എണ്ണത്തിൽ 2 ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയെങ്കിൽ 10 പോയിന്റ് കിട്ടും. ബാക്കിയുള്ള 8 ട്രേഡ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ 10 പോയിന്റ് മൈനസ് 8 പോയിന്റ് 2 പോയിന്റ് നിങ്ങൾ ടാർഗറ്റ് 2 പോയിന്റ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ട്രേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ആഗ്രഹമുള്ള ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ കൊടുക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.